ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി. ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 7.1-ലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോലാണ് ചെയ്യുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ഇഫ് ദ പോയിന്റ്സ് 1, 5, 2, 3 ആൻഡ് -2, -11 ആർ കൊളീനിയർ. കൊളീനിയർ എന്ന് പറഞ്ഞാൽ അത് ഒരു ലൈനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് ABC എന്ന് പേര് കൊടുത്താൽ AB + BC = AC അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് പോയിന്റ്സിനെ A1, 5 എന്നെടുക്കാം. 1, 5. അതുപോലെ B2, 3 എന്നെടുക്കാം. ആൻഡ് C -2, -11 എന്നെടുക്കാം. അപ്പോൾ ഫസ്റ്റ് AB = ഡിസ്റ്റൻസ് ഫോർമുല x2 - x1 + y2 - y1 = അത് √x2 ഇവിടെ 2 - x1 ഈ 1 2 - 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 ഇവിടെ 3 ആണ്. അപ്പോൾ 3 - y1 5 ആണ്. 3 - 5 ഹോൾ സ്ക്വയർ = 2 - 1 ഇത് 1 സ്ക്വയർ പ്ലസ് 3 - 5 അതായത് -2 ഹോൾ സ്ക്വയർ =√1 + 4 =√5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. AB =√5 ആണ്. ഇനി BC =√x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ =√B. ഇതാണ് ബിയും സിയും. അപ്പോൾ x2 -2 ആണ്. -2 - x1 എന്ന് പറയുന്നത് 2 ആണ്. -2 - 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് ഇവിടെ -11 ആണ്. അപ്പോൾ -11 - 3 ഹോൾ സ്ക്വയർ =√2 -2 - 2 അതായത് -4 സ്ക്വയർ പ്ലസ് -11 - 3 13 14 അപ്പോൾ -14 ഹോൾ സ്ക്വയർ =√4ന്റെ സ്ക്വയർ 16 പ്ലസ് 14ന്റെ സ്ക്വയർ 196 196 =√16 + 196 212 നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയാൽ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2√53 എന്ന് കിട്ടും. BC =2√53. നമുക്ക് AC ഇക്വേഷൻ അത് തന്നെ √x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ നമുക്ക് വാല്യൂ കൊടുക്കാം. ACയിൽ എയും സിയും ആണ്. അപ്പോൾ സിയിലെ പോയിന്റ് ആണ് നമുക്ക് x2 ആയിട്ട് വരിക. അപ്പോൾ -2 - x1 ഇവിടെ 1 ആണ്. -2 - 1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - 11 -11 - ഇവിടെ 5 ഹോൾ സ്ക്വയർ =√2 - 1 അതായത് -3 ഹോൾ സ്ക്വയർ പ്ലസ് -11 - 5 -16 ഹോൾ സ്ക്വയർ =√3ന്റെ സ്ക്വയർ 9 പ്ലസ് 16ന്റെ സ്ക്വയർ 256 =√265 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്താലും നമുക്ക് √5 × √53 കിട്ടുള്ളൂ. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് √53 ഫോമിലേക്ക് മാറ്റിയത്. എങ്കിലും നമുക്കിവിടെ കൂട്ടുമ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടുന്നില്ല. AC =√5 × √53 ആണ്. ഇനി ഇത് കൊളീനിയർ ആകണമെങ്കിൽ AB + BC = AC അങ്ങനെ ഏതെങ്കിലും ഇത് ഒരു ലൈനിൽ ആകുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം.
അപ്പോൾ നമ്മൾ നോക്കാം എ ബി പ്ലസ് ബി സി. ഇവിടെ എ ബിയും ബി സിയും കൂട്ടിയാൽ നമുക്ക് എ സി കിട്ടൂല, നോട്ട് ഈക്വൽ ടു എ സി. അതുപോലെ തന്നെ എ സി പ്ലസ് ബി സി നോക്കിയാൽ ബി സി അതും നോട്ട് ഈക്വൽ ടു എ ബി ആണ്. എ ബി പ്ലസ് എ സി അത് നോക്കിയാലും അത് നോട്ട് ഈക്വൽ ടു ബി സി ആണ്. എ ബി സി ആർ നോട്ട് കൊളീനിയർ. പോയിന്റ്സ് കൊളീനിയർ അല്ല, ഒരേ ലൈനിലല്ല എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ 5 minus 2, 6, 4 and 7 minus 2 are the vertices of an isosceles triangle. Isosceles triangle vertices ആണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ ഫോം ചെയ്ത 3 പോയിന്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 2 സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടണം. 3 സൈഡും ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ ആവും. അപ്പോൾ 2 സൈഡ് ഈക്വൽ ആവുകയും മൂന്നാമത്തെ സൈഡ് ഈക്വൽ അല്ലാതെ ആകുകയും ചെയ്താൽ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആയിരിക്കും. ചെയ്ത് നോക്കാം. നമുക്ക് പോയിന്റ്സ്, ലെറ്റ് പോയിന്റ്സ് എനെ ഇവിടെ 5 minus 2, 5 minus 2, ബി 6, 4, 6, 4 and സി 7 minus 2. നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി ഈക്വൽ ടു x2 minus x1 all square plus y2 minus y1 all square root of x2 എന്ന് പറയുന്നത് ഇവിടെ x പോയിന്റ് 6 ആണ്. 6 minus x2 minus x1 ഇവിടെ 5, 6 minus 5 all square plus y2 minus y1, y2 ഇവിടെ 4, 4 minus y1 minus 2 ആണ്, minus 2 all square equal to root of 6 minus 5 1 square plus 4 minus minus 2 4 plus 2 അതായത് 6 square. 1 square 1 തന്നെ, root of 1 plus 36 equal to root 37 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എ ബി ഈക്വൽ ടു root 37. അടുത്ത് നമുക്ക് ബി സി ഈക്വൽ ടു ഇക്വേഷൻ ഇത് തന്നെ, റൂട്ട് ഓഫ് x2 minus x1 all square plus y2 minus y1 all square, ഡിസ്റ്റൻസ് ഫോർമുല തന്നെ, ഈക്വൽ ടു റൂട്ട് ഓഫ് ബിയും സിയും ആണ്. അപ്പോൾ x2 എന്ന് പറയുന്നത് സിയിലെ എക്സിൻ്റെ പോയിന്റ്, 7 മൈനസ് x1 എന്ന് പറയുന്നത് 6, 7 മൈനസ് 6 all square പ്ലസ് y2 ഇവിടെ -2 ആണ്, y1 ഇവിടെ 4 ആണ്. അപ്പോൾ -2 minus 4 all square equal to root of 7 minus 6 1 square plus -2 minus 4 -6 all square equal to root of 1 plus 36 equal to root 37 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ബി സി ഈക്വൽ ടു റൂട്ട് 37. ഇനി എ സി ഈക്വൽ ടു ഇവിടെയും ഇക്വേഷൻ ഡിസ്റ്റൻസ് ഫോർമുല തന്നെ, റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് എയും സിയും. അപ്പോൾ എക്സിൻ്റെ x1 ഇവിടെ x2 മൈനസ് x2 7 ആണ്, x1 5 ആണ്. അപ്പോൾ 7 മൈനസ് 5 plus y2 minus y1 minus 2 minus -2 all square equal to root of 7 minus 5 2 square plus -2 അതായത് -2 plus 2 0 square equal to root of 4 plus 0 equal to root 4 equal to 2. അപ്പം നമുക്കിവിടെ എ സി എന്ന് പറഞ്ഞാൽ അത് 2 എന്ന് കിട്ടി. എ ബി ഈക്വൽ ടു ബി സി എന്ന് കിട്ടി. അത് നോട്ട് ഈക്വൽ ടു എ സി ആണ്. അപ്പോൾ ഈക്വലേറ്ററിലല്ല. ഇവിടെ 2 സൈഡും ഈക്വൽ ആണ്, മൂന്നാമത്തെ സൈഡ് അതിന് ഈക്വൽ അല്ല. അപ്പോൾ 2 സൈഡും ഈക്വൽ ആണെങ്കിൽ അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. therefore triangle ABC
ഈസ് ഐസോസെലസ്. ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെൽസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എ ബിയും ബി സിയും ഈക്വൽ ആണ്, എ സി അതിന് ഈക്വൽ അല്ല. അപ്പോൾ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്, മൂന്നാമത്തെ സൈഡ് ഈക്വൽ അല്ല. മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയായിരുന്നു. അപ്പോൾ ഇത് രണ്ട് സൈഡ് മാത്രമാണ് ഈക്വൽ, മൂന്നാമത്തെ സൈഡ് ഈക്വൽ അല്ല, അതുകൊണ്ട് ഇത് ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ചെക്ക് ചെയ്തു, ഐസോസെൽസ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് കിട്ടി.